നമസ്കാരം. ചിലപ്പോൾ ചിലരൊക്കെ പുസ്തകങ്ങൾ ഹൃദയം കൊണ്ടാണ് വായിക്കാറുള്ളത്, വേറെ ചിലരോ തലച്ചോറ് കൊണ്ടും. പക്ഷേ ഹൃദയം കൊണ്ട് പുസ്തകം വായിക്കുമ്പോഴാണ് അത് നമുക്ക് സാന്ത്വനമായി ജീവിതഗന്ധിയായി മാറുന്നത്. അങ്ങനെ ജീവിതഗന്ധിയായി സാന്ത്വനമായി എനിക്ക് അനുഭവപ്പെട്ട ഏതാനും കുറിപ്പുകളുള്ള പുസ്തകമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ. ആത്മാനുഭവങ്ങൾ 39 അധ്യായങ്ങളിലായി കുറിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിലെ ചില കുറിപ്പുകൾ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാതെ വയ്യ. അതിലൊന്നാണ് ഏത് നാടകമായിരുന്നു അത് എന്ന കുറിപ്പ്. അതിൽ അത്താണിയായി വരുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ ദൈവം കൊണ്ട് തന്നതുപോലെ ഒരാൾ. ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പെരുവഴിയിലായി പോയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അടുത്തേക്ക് അജാനുബാഹുവായ ഒരാൾ ഒരു കാറിൽ നിന്നിറങ്ങി വരുന്നു. അയാൾ കുശലം ചോദിക്കുമ്പോൾ തന്നെ ചുള്ളിക്കാട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കാരുമില്ല. അയാളാകട്ടെ ചുള്ളിക്കാടിനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിനക്കാരുമില്ല എന്നൊരിക്കലും പറയരുത്. നിനക്ക് 2 പേരുണ്ട്. ഒന്ന് ഈ ജോസഫേട്ടൻ, മറ്റത് മുകളിലിരിക്കുന്ന ദൈവം. അത് കേരള കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ജോസഫ് പുതുശ്ശേരിയാണ്. പഴയൊരു മഹാരാജാസുകാരനാണ്, ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു. അന്നു മുതൽ 16 വർഷത്തോളമാണ് ജോസഫേട്ടൻ്റെ തണലിൽ ചുള്ളിക്കാട് കഴിഞ്ഞത്. പിന്നീട് ജോസഫേട്ടൻ മരിക്കുന്നു. വിലാപയാത്ര കടന്നു പോകുന്ന തെരുവിൽ നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുമ്പോൾ അടുത്ത് നിന്ന 2 വൃദ്ധർ പറഞ്ഞ സംഭാഷണം ഈ കുറിപ്പിലേക്ക് ചുള്ളിക്കാട് ചേർക്കുന്നുണ്ട്. അതിങ്ങനെയായിരുന്നു: നല്ല ആളുകളെയൊക്കെ ദൈവം നേരത്തെ വിളിക്കും, നമ്മളെ ഒന്നും കാലന് പോലും വേണ്ട. ചുള്ളിക്കാട് ഏറ്റു പറയുന്നു, ഇപ്പോഴും അന്ന് ജോസഫേട്ടൻ തന്ന ആത്മവിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. മോനെ, നിനക്ക് 2 പേരുണ്ട്. ഒന്ന് ഈ ജോസഫേട്ടൻ, മറ്റത് മുകളിലിരിക്കുന്ന ദൈവം. ചിലപ്പോഴൊക്കെ നമുക്കും തോന്നാറില്ലേ, നമ്മുടെ അടുത്തും ഇതുപോലെ ദൈവം കൊണ്ടുതരുന്ന അത്താണികളെ നമ്മൾ കണ്ടുമുട്ടാറില്ലേ? ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങളും പൊള്ളിക്കുന്ന ഓർമ്മകളുമൊക്കെയാണ് ചിദംബര സ്മരണ എന്ന ഈ പുസ്തകത്തിൻ്റെ കാതൽ. അദ്ദേഹത്തിൻ്റെ വിയർപ്പ്, കണ്ണുനീര്, രക്തം എന്നിവയിൽ ഏതിലെങ്കിലുമൊക്കെ ഒന്നിൻ്റെ സ്പർശം വായനക്കാരായ നമുക്കും ഓരോ കുറിപ്പിലൂടെയും അനുഭവപ്പെടും. ഈ പുസ്തകം വായിച്ചു മടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും കവിയോടൊപ്പം തന്നെ ഒരു തോന്നലുണ്ടാവും. ജീവിതമെന്ന് പറയുന്നത് ഒരു മഹാത്ഭുതം തന്നെയാണ്. തീരെ പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ ജീവിതം നമുക്കായി ഒരുക്കി വയ്ക്കുന്നുണ്ട്.